വിശദീകരണ ചിന്തകൾ, നവീകരണ ചിന്തകളിലൂടെ ഈ നാളുകളിലൊക്കെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മൾ കണ്ടു കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യമായി, സാമീപ്യമായി, സമൃദ്ധിയായി കുടുംബം ജീവിക്കുമ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് സുരക്ഷിതത്വ ബോധം കൊടുക്കുന്ന ഒരു കുടുംബം. നമ്മൾ ഈ പ്രോഗ്രാം കാണുമ്പോഴും ഓർമ്മിക്കുക, സുരക്ഷിതത്വ ബോധം കൊടുക്കാൻ കഴിയുന്ന ഭർത്താവാണ്, കൊടുക്കാൻ കഴിയുന്ന ഭാര്യയാണ്. ഒരു സെക്യൂരിറ്റി ഫീലിംഗ് കൊടുക്കാൻ പറ്റണം. കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ്. ഉദാഹരണം, കള്ളു കുടിച്ച് കാശ് കളയുന്ന, ചീട്ട് കളിച്ച് കാശ് കളയുന്ന, വീട്ടിൽ പരമാവധി വരാതെ മാക്സിമം ലേറ്റായിട്ട് ഉറങ്ങാൻ വരുന്ന ഒരു ഭർത്താവ്, ആ കുടുംബത്തിൽ സുരക്ഷിതത്വ ബോധം ഭാര്യയ്ക്കോ മക്കൾക്കോ തോന്നുകയില്ല. എന്നും വഴക്കടിക്കുന്ന അപ്പനമ്മമാരാണോ ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതത്വ ബോധം തോന്നുകയില്ല. സുരക്ഷിതത്വം നമ്മൾ കൊടുക്കാൻ പഠിക്കണം. സുരക്ഷിതത്വ ബോധം കൊടുക്കാൻ പഠിക്കണം. വീട് വൃത്തിയായി സൂക്ഷിക്കാത്ത ഭാര്യയാണ്, എപ്പോഴും അലങ്കോലമായിട്ട് കിടക്കുകയാണോ, അങ്ങനെയുള്ളിടത്ത് ഒരു സുരക്ഷിതത്വ ബോധം കൊടുക്കുക വലിയ ബുദ്ധിമുട്ടാണ്. ശ്രദ്ധാപൂർവം സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന വർത്തമാനം പറയല്ലേ. സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുന്ന ഒരു വാക്ക് ഭർത്താവിൽ നിന്ന് വരരുത്, ഭാര്യയിൽ നിന്ന് വരരുത്. ഉദാഹരണം, അരിശം വരുമ്പോൾ ഭർത്താവ് പറയുക ഭാര്യയോട്, നീ ചത്തായിരുന്നെങ്കിൽ എനിക്ക് വേറെ ഒന്നിനെ കെട്ടാവുമായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നതല്ല. അരിശം വന്നപ്പം പറയുന്ന ഒരു വാക്ക്, അരിശം വരും പറയുന്ന വാക്ക്, അത് ഭാര്യയെ തകർക്കുമെങ്കിൽ അങ്ങനെയുള്ള വാക്ക് ഒരിക്കലും ഭാര്യയോട് പറയല്ലേ. ഭർത്താവിനോട് താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് കാലൊടിഞ്ഞ് കിടക്കുകയുള്ളൂ, സംഭവിക്കാൻ വേണ്ടിയല്ല, അരിശം വന്നപ്പം പറഞ്ഞതാ. അത് ഭർത്താവിനെ മുറിപ്പെടുത്തുമെങ്കിൽ അങ്ങനെയുള്ള വാക്ക് ഭർത്താവിനോട് പറയല്ലേ. സംസാരത്തിൽ പരസ്പരം വളർത്തുന്ന വാക്കുകൾ പറയണം. സെക്യൂരിറ്റി ഫീലിംഗ് നഷ്ടപ്പെടുന്ന ഒരു വാക്കും പറയല്ല. ഭർത്താവ് ഭാര്യയുടെ അമ്മയെക്കുറിച്ച്, അപ്പനെക്കുറിച്ച്, സഹോദരി സഹോദരന്മാരെക്കുറിച്ച് താഴ്ത്തി പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ സുരക്ഷിതത്വം തോന്നുകയില്ല. ഇനി ഭാര്യ എന്നും ഭർത്താവിൻ്റെ അമ്മ, അപ്പൻ, പെങ്ങന്മാർ അവരെക്കുറിച്ച് എപ്പോഴും കുറ്റം പറഞ്ഞാൽ അവളുടെ സാന്നിധ്യത്തിൽ ഭർത്താവിനും സുരക്ഷിതത്വ ബോധം തോന്നുകയില്ല. അപ്പോൾ സുരക്ഷിതത്വം നൽകുന്ന വാക്കുകൾ പറയാൻ പഠിക്കുക, പാഴ്വാക്കുകളെ ഉപേക്ഷിക്കുക. അങ്ങനെ വരുമ്പോൾ ദിവസങ്ങൾ പോകുന്നറിയില്ല. ഈ സുരക്ഷിതത്വം ഉണ്ടാകണോ, ഭാര്യയ്ക്ക് ഇടം വേണം, ഭർത്താവിന് ഇടം വേണം. ദാമ്പത്യത്തിലെ ഒരു പ്രധാന വാക്കാണ് ഇടം. എന്താണ് ഇടം? സ്വന്തം അപ്പനും അമ്മയും ആങ്ങളമാരും സഹോദരിമാരും ഏത് ഇടമാണോ ഒരു സ്ത്രീക്ക് കൊടുത്തത്, അതേ സ്പേസ് ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവും അപ്പനും സഹോദരന്മാരും സഹോദരിമാരും കൂടി ചേർന്ന് കൊടുക്കണം. അങ്ങനെ ഇടം കിട്ടിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള പ്രവണത ഒരു ഭാര്യയ്ക്ക് കൂടും. അതുണ്ടാകാതിരിക്കണോ, അവൾക്ക് അവിടെ നഷ്ടപ്പെട്ടതെല്ലാം ഇവിടെ കൊടുക്കാനുള്ള വിവരവും വിവേകവും ഭർത്താവിന് വേണം, വീട്ടുകാർക്ക് വേണം. ഇനി എപ്പോഴും കൊച്ചു കൊച്ചു കാര്യം പോലും അമ്മയെ ഫോണിലൂടെ വിളിച്ച് പറയുക, സഹോദരിമാരോട് പറയുക, വീട്ടിലേക്ക് ഭർത്താവിന് വേണ്ട കാര്യം ചുമ്മാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അവന് തോന്നും ഇവരുടെ മനസ്സിൽ എനിക്ക് ഇടമില്ല, ഒരു സ്പേസ് ഇല്ല, ചോറ് ഇവിടെയാണെങ്കിലും കൂറ് അവിടെയാണ്. ആ രീതി വന്നു കഴിയുമ്പോൾ അപകടമാണ്. അതുകൊണ്ടാണ് വിവേകമുള്ള സ്ത്രീ തുമ്മിയാലും ചീറ്റിയാലും പനിച്ചാലും ഉടനെ ഫോൺ വിളിച്ച് അമ്മയോട് പറയല്ലേ, വീട്ടുകാരോട് പറയല്ലേ. അങ്ങനെ പറയുമ്പോൾ അവൾ നഷ്ടപ്പെടുത്തുന്നത് ഭർത്താവിൻ്റെ സുരക്ഷിതത്വ ബോധമാണ്. അവൻ ചെയ്താൽ അവൻ നഷ്ടപ്പെടുന്നത് ഭാര്യയുടെ സുരക്ഷിതത്വ ബോധമാണ്. വാക്കുകളെ പെരുക്കി ഉപയോഗിക്കാം. ശ്രദ്ധയോടെ സുരക്ഷിതത്വം കൊടുക്കുന്ന ദമ്പതിമാരായി ജീവിക്കാം. ആ സുരക്ഷിതത്വ ബോധം ഭവനത്തെ ബലപ്പെടുത്തും. ഉറച്ച ജീവിതമായിട്ട് കുടുംബജീവിതം മാറുകയും ചെയ്യും. അങ്ങനെ ആകുവാൻ, ആക്കി തീർക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം.